ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ജോയിൻ സ്റ്റോക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമ്മൾ തയ്യാറാക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയ ഫൈനൽ അക്കൗണ്ട്സ്, അതിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ടും ബാലൻസ് ഷീറ്റും, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്ന പ്രോബ്ലം നമ്പർ 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫോളോയിങ് ബാലൻസസ് വർ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ബുക്സ് ഓഫ് ഇ ചന്ദ്ര ലിമിറ്റഡ് ഫോർ ദി ഇയർ എൻഡഡ് 31 March 2000. അങ്ങനെയാണ് നമുക്ക് ട്രയൽ ബാലൻസ് തന്നിരിക്കുന്നത്. ഐറ്റംസിലേക്ക് നമുക്ക് കിടക്കാം. ബിൽഡിങ്സ് 6 lakh, ഫർണിച്ചർ 60,000, മോട്ടോർ വെഹിക്കിൾ 60,000. ഇത് മൂന്നും പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് നമുക്ക് അറിയാം. അസറ്റ് സൈഡിൽ നോൺ കറണ്ട് അസറ്റ്സിൽ ആദ്യത്തെ ഐറ്റം. ഓക്കെ, ഇക്വിറ്റി ഷെയർസ് ഓഫ് കമ്പനീസ്, അത് ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ്. അത് നമുക്ക് നോൺ കറണ്ട് അസറ്റ്സിന് താഴെ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എഴുതി കഴിയുമ്പോൾ അതിൽ നമുക്ക് ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് എഴുതാം. ഓക്കെ, സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറയുമ്പോൾ അത് ഓപ്പണിംഗ് സ്റ്റോക്കാണോ ക്ലോസിംഗ് സ്റ്റോക്കാണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ട്രയൽ ബാലൻസിനകത്ത് തരികയാണെങ്കിൽ അതിന് ഡേറ്റ് ഇട്ട് തരേണ്ടതാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ആണെങ്കിൽ അത് നമുക്ക് ചോദ്യത്തിൽ ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റിലേക്കാണ് നമ്മൾ സാധാരണ തയ്യാറാക്കുക. അത് കറണ്ട് അസറ്റ്സിൽ ഇൻവെൻറ്ററീസ് എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ട എമൗണ്ട് ആയിരിക്കും കേട്ടോ. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് എത്തിക്കഴിയുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ബാക്കിയുള്ള ഐറ്റംസ് വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ സ്റ്റോക്ക് ഏതാണ്, ഓപ്പണിംഗ് ആണോ ക്ലോസിംഗ് ആണോ എന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ തൽക്കാലം ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് എടുക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിനകത്ത് തരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ കറണ്ട് അസറ്റായിട്ട് ഇൻവെൻട്രി ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇനി അടുത്ത് സൺട്രി ഡെറ്റേഴ്സാണ്. സൺട്രി ഡെറ്റേഴ്സ് നമുക്ക് തന്നിരിക്കുന്നത് 2,80,000 ആണ്. നമുക്കറിയാം ട്രേഡ് റിസീവബിളിൽ എഴുതാനുള്ളതാണ്. അതായത് നമുക്ക് ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റിന് താഴെ വരുന്ന ഐറ്റമാണത്. അപ്പോൾ ബിൽഡിങ്സ് കഴിഞ്ഞു, ഫർണിച്ചർ, മോട്ടോർ വെഹിക്കിൾ, ഇക്വിറ്റി ഷെയർസ് ഓഫ് കമ്പനീസ്, സ്റ്റോക്ക് ഇൻ ട്രേഡ് കഴിഞ്ഞു. ഇനി സൺട്രി ഡെറ്റേഴ്സ് കഴിഞ്ഞു. അതിന് ശേഷമാണ് ക്യാഷ് അറ്റ് ബാങ്ക് വരുന്നത്. അപ്പോൾ ക്യാഷ് അറ്റ് ബാങ്ക് വരുമ്പോൾ നമുക്കറിയാം അത് നമുക്ക് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസിലേക്കുള്ളതാണ്. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസിലേക്ക് വരുന്ന ഒരു ഐറ്റമാണ് ഈ പറഞ്ഞ ക്യാഷ് അറ്റ് ബാങ്ക്. പിന്നെ അഡ്വാൻസ് അഗൻസ്റ്റ് കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, നമുക്ക് അത് കറണ്ട് അസറ്റ്സിൽ അതർ അസറ്റ്സിൽ എഴുതാം. ഏറ്റവും അവസാനം എഴുതുന്ന അതർ അസറ്റ്സിൽ എഴുതാം. ഓക്കെ, ദെൻ ഷെയർ ക്യാപിറ്റൽ 10,000 ഇക്വിറ്റി ഷെയർസ് മീൻസ് 100 each, അതായത് 10 lakh. അത് അവിടെ വരും. അത് നമുക്ക് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ഇക്വിറ്റിന്ന് എഴുതുന്നതിൽ ഷെയർ ക്യാപിറ്റൽ അതിൽ എഴുതേണ്ട ഐറ്റമാണിത്. ഓക്കെ, സൺട്രി ക്രെഡിറ്റേഴ്സ്, അത് നമ്മൾ കറണ്ട് ലൈബിലിറ്റിയിൽ ട്രേഡ് പേയബിൾസിൽ നമുക്ക് റെക്കോർഡ് ചെയ്യണം. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതർ ഇക്വിറ്റിയിൽ സർപ്ലസ് എഴുതുമ്പോൾ ആ സർപ്ലസിൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതേണ്ട എമൗണ്ടാണ്, ബാലൻസ് ബ്രോഡൗൺ ആയിട്ട് എഴുതേണ്ട എമൗണ്ടാണ് 20,000. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ക്ലിയറായി. നമുക്ക് ഗ്രോസ് പ്രോഫിറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ എഴുതേണ്ടതാണ് 10 lakh. അപ്പോൾ നമുക്ക് നേരത്തെ തന്നിരിക്കുന്ന ആ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, ഇത് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നെയാണ് ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റ്സിൽ എഴുതേണ്ട ഐറ്റമാണ്. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കിയതിന് ശേഷമുള്ള ലാഭം നമുക്ക് തന്നിരിക്കുന്നു. അപ്പോൾ ബാക്കി ഐറ്റംസ് ഒന്നും നമുക്ക് വേണ്ട. പർച്ചേസ് ഉണ്ടാവില്ല, ഡയറക്റ്റ് എക്സ്പെൻസസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഡിവിഡൻഡ് റിസീവ്ഡ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് അതെവിടെ വരും? അതർ ഇൻകത്തിൽ വരും. ഇൻകത്തിൽ രണ്ടാമത്തെ, ആകെ 2 ഹെഡിലുള്ളൂ. റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ ഗ്രോസ് പ്രോഫിറ്റ് ചെയ്താൽ ഡിവിഡൻഡ് റിസീവ്ഡ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അത് നമുക്ക് അതർ ഇൻകത്തിൽ എഴുതാം. ഓക്കെ, R2 ആ ഗ്രോസ് പ്രോഫിറ്റ് R1 എഴുതാം. R1 എന്ന് വെച്ചാൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ, R2 എന്ന് പറഞ്ഞാൽ അതർ ഇൻകം, അതിൽ ഇത് എഴുതാം. 10,000 എഴുതാം കേട്ടോ. സാലറീസ് ആൻഡ് വേജസ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് വെച്ചാൽ മെറ്റീരിയൽ കൺസ്യൂംഡ് കഴിഞ്ഞ്, പർച്ചേസസ് കഴിഞ്ഞ്, ദെൻ ചേഞ്ചസ് ഇൻ ഇൻവെൻറ്ററീസ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ പറഞ്ഞ സാലറീസ് ആൻഡ് വേജസ് എഴുതാനായിട്ട്. അപ്പോൾ ആദ്യത്തെ 3 ഐറ്റം ഉണ്ടാവില്ല. മെറ്റീരിയൽ കൺസ്യൂംഡ് ഇല്ല എന്നുള്ള കാര്യം വ്യക്തമായി. ഇത് മാനുഫാക്ചറിങ് കമ്പനിയല്ല. പർച്ചേസസ് ഇല്ല. അതുപോലെ തന്നെ നമുക്ക് എഴുതുന്ന ചേഞ്ചസ് ഇൻ ഇൻവെൻറ്ററീസ്. അപ്പോൾ ചേഞ്ചസ് ഇൻ ഇൻവെൻറ്ററീസ് എന്ന് പറയാനായിട്ട് നമുക്ക് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തരുമ്പോഴാണ് ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചിട്ട് ചേഞ്ച് ഇൻ ഇൻവെൻറ്ററീസ് എഴുതാം. ഇതിപ്പോൾ നമുക്ക് തന്നിരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രമാണ്. അത് നമുക്ക് ബാലൻസ് ഷീറ്റിലേക്കുള്ളതാണ്. അപ്പോൾ ഒറ്റ പ്രാവശ്യം എടുത്താൽ മതി. ദെൻ സാലറീസ് ആൻഡ് വേജസ്, അപ്പോൾ E4 ആയിട്ട് എഴുതാം. എക്സ്പെൻസിൽ 7 ഐറ്റം ഉണ്ട്. E1 മെറ്റീരിയൽ കൺസ്യൂംഡ്, E2 പർച്ചേസസ്, E3 ചേഞ്ചസ് ഇൻ ഇൻവെൻറ്ററീസ്, E4 എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്, E5 ഫിനാൻസ് കോസ്റ്റ്, E6 ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ്, E7 അതർ എക്സ്പെൻസസ്. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്സ്പെൻസസിന് താഴെ 7 ഐറ്റംസ് ഉണ്ട്. ആ 7 ഐറ്റംസ് 1, 2, 3, 4 എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ സാലറീസ് E4 വരുന്നതാണ്, ഡയറക്റ്റ് ഈസീസും E4 വരുന്നതാണ്. ഇലക്ട്രിസിറ്റി ചാർജസ് അതർ എക്സ്പെൻസിൽ എഴുതാം. ഓക്കെ, E7 എഴുതാം. ദെൻ റെൻറ്റ്, ടാക്സസ് ആൻഡ് ഇൻഷുറൻസ് അതും നമുക്ക് അതർ എക്സ്പെൻസിൽ എഴുതാം. ദെൻ ഓഡിറ്റ് ഫീസ് അതും അതർ എക്സ്പെൻസിൽ എഴുതാം. അപ്പോൾ അതർ എക്സ്പെൻസിന് വേണ്ടിയിട്ട് ഒരു വർക്കിംഗ് നോട്ട് നമ്മൾ എന്തായാലും തയ്യാറാക്കേണ്ടി വരുന്നുള്ളതാണ്. പിന്നെ അതിന് താഴെ പ്രിപ്പയർ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദി ഇയർ എൻഡഡ് 31 March 2000 ആൻഡ് ബാലൻസ് ഷീറ്റ് വാസ് ഇൻ ദാറ്റ് ഡേറ്റ്
ആഫ്റ്റർ കൺസിഡറിങ് ദ ഫോളോയിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അതിൽ പറഞ്ഞിരിക്കുന്ന ഐറ്റംസ് ഒക്കെ പ്രൊവൈഡ് 10% പെർ ആനം ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിൻ്റെ 10% കാണാം. ഫിക്സഡ് അസറ്റ് ഏതൊക്കെ നമ്മൾ പറഞ്ഞത്? ഫിക്സഡ് അസറ്റ് പറഞ്ഞത് ഇവിടെ നമുക്ക് ചോദ്യത്തിൻ്റെ തുടക്കത്തിൽ ബിൽഡിംഗ്, ഫർണിച്ചർ, മോട്ടോർ വെഹിക്കിൾ. അപ്പോൾ നമ്മൾ എത്രാമത്തിൽ E6 നമ്മൾ എഴുതേണ്ടത്. എക്സ്പെൻസിൽ 6ാമത്തെ E6, അതായത് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ്. ബിൽഡിംഗ് 6 ലക്ഷത്തിൻ്റെ, ഫർണിച്ചർ 60,000-ൻ്റെ, മോട്ടോർ വെഹിക്കിൾ 60,000-ൻ്റെ. ഇതിൻ്റെയൊക്കെ എത്ര ശതമാനം കാണും? ഇതിൻ്റെയൊക്കെ 10% കാണാം. അപ്പോൾ 6 ലക്ഷത്തിൻ്റെ 10% 60,000 വരും. 60,000-ൻ്റെ 10% 6,000 വരും. രണ്ടെണ്ണത്തിനും. ഓക്കെ. സ്റ്റോക്ക് ഹാസ് ബീൻ റീവാല്യൂഡ് ആസ് ₹3,60,000. ദിസ് ഹാസ് നോട്ട് ബീൻ കൺസിഡേർഡ് ആസ് യെറ്റ്. ഇതുവരെയായിട്ടും അത് കൺസിഡർ ചെയ്യില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് 4 ലക്ഷമാണ് നമുക്ക് ചോദിച്ചിട്ട് തന്നിരുന്നത്. സ്റ്റോക്ക് ഇൻ ട്രേഡ് 4 ലക്ഷം തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. സ്റ്റോക്ക് ഇൻ ട്രേഡ് 4 lakh. ഈ 4 lakh എന്നുള്ള സ്റ്റോക്ക് എത്രയായിട്ട് എഴുതണം? 3,60,000 ആയിട്ട് എഴുതണം. അപ്പോൾ ഒരു 40,000 രൂപ കുറഞ്ഞു. റീവാല്യൂ ചെയ്തപ്പോൾ 40,000 കുറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതർ എക്സ്പെൻസിൽ ലോസ് ഓൺ റീവാല്യൂഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മളിട്ടൊരു 40,000 അവിടെ എഴുതണം. എന്നിട്ട് ഇൻവെൻറ്ററീസ് എഴുതുമ്പോൾ 4 ലക്ഷം എഴുതാം, 3,60,000 എഴുതാം. 4 ലക്ഷത്തിന് ലോസ് ഓൺ റീവാല്യൂഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് 40,000 കുറച്ച് 3,60,000 ആയിട്ട് നമുക്ക് കറണ്ട് അസറ്റ്സ് താഴെ ഇൻവെൻറ്ററീസ് എഴുതുമ്പോൾ അത് എഴുതാം. ഇൻവെൻറ്ററീസിലപ്പോൾ 4 ലക്ഷം എഴുതാം, 3,60,000 എഴുതാം. ഓക്കെ. അപ്പോൾ 2 പ്രാവശ്യം ഉണ്ട്. ദെൻ ഡെറ്റേഴ്സ് മോർ ദാൻ 6 months ആർ ₹80,000. ഡെറ്റേഴ്സ് 6 മാസത്തിൽ കൂടുതലായ ഡെറ്റേഴ്സ് 80,000 ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് ബാഡ് ഡെപ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിന് പ്രൊവിഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കൊരു ഇൻഫർമേഷനായിട്ട് എടുത്താൽ മതി. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല. ഇഗ്നോർ ടാക്സ് പ്രൊവിഷൻ ഫോർ ടാക്സും വേണ്ട. അപ്പോൾ അങ്ങനെ 2 അഡ്ജസ്റ്റ്മെൻറ്റ് അതുള്ളൂ. ഡിപ്രീസിയേഷൻ, ഫിക്സഡ് അസറ്റുകൾക്ക് ഒരു ഡിപ്രീസിയേഷനും പിന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ റിവാല്യൂഷൻ. ഇതാണ് നമുക്ക് ഈ ചോദ്യത്തിൽ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് കേൾക്കുക, എന്നിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.